ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ അശോക് കുമാർ തിടനാട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ലോകമെനിക്കു വേണ്ട, ലോകത്തിൻ ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കാ. കൊടുവിട്ടോടുവിൽ ഞാൻ നാട്ടിലെ വീടിൻ്റെ മുൻപിലെത്തും. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം മനുഷ്യനെ സ്നേഹിച്ച് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. നമ്മുടെ കർത്താവ് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമുക്ക് വേണ്ടി കഠിനമായ വേദന സഹിച്ച് മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. പറഞ്ഞതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പല സന്ദർഭത്തിൽ മറ്റുള്ളവർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് തെളിയിക്കുന്നതായി തിരുവെഴുത്തിലൂടെ, ചരിത്ര വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പ്രത്യക്ഷനാകുന്ന സന്ദർഭങ്ങൾ നാം ഒന്ന് പരിശോധിച്ചാൽ കർത്താവിൻ്റെ വാക്കുകളും അവയുടെ ആശയങ്ങളും വളരെ ഗൗരവമുള്ളതും നമുക്ക് ധൈര്യവും ശക്തിയും ആശ്വാസവും ഒക്കെ നൽകുന്നതുമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് 3 വ്യക്തികൾക്ക് പ്രത്യക്ഷനാകുന്നതും അവരോടുള്ള കർത്താവിൻ്റെ ഇടപെടലുമാണ്, വാക്കുകളുമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രാരംഭമായി യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 15-16 വാക്യങ്ങൾ, രണ്ടാമത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം, ഒടുവിൽ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 4-ാം വാക്യം. ഈ 3 വ്യക്തികളോടുള്ള കർത്താവിൻ്റെ പ്രസ്താവനകൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 20-ന്റെ 15-ഉം 16-ഉം വാക്യങ്ങളിൽ യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. 16-ാം വാക്യം, യേശു അവളോട് മറിയയെ എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നറിയാതെ യഹൂദന്മാരുടെ രീതി അനുസരിച്ച് പരിമള തൈലമൊക്കെ പൂശേണ്ടതിന് കർത്താവിനെ അനുഗമിച്ച സ്ത്രീകൾ പോകുകയാണ്. അവിടെ ചെന്നു, കല്ലറ തുറന്നു കിടക്കുന്നത് കണ്ടു. അവിടെ നിന്ന് ആളുകൾ ചെന്നവരൊക്കെ തിരികെ പോകുമ്പോൾ മറിയ മാത്രം കല്ലറയുടെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. ദൂതൻ അത് കണ്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ കരയുന്നത് എന്നൊക്കെ. എന്നാൽ അതിന് ശേഷം നമ്മുടെ കർത്താവ് മറിയയോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ കരയുന്നത് എന്ത്? തൻ്റെ ഗുരുവിനെ, തൻ്റെ നാഥനെ കാണുവാനില്ല എന്നുള്ള ആ വലിയ വേദന തൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്നു. അതനുസരിച്ചാണ് മറിയയുടെ പ്രതികരണം. എന്നാൽ ആ ആശ്വാസമില്ലാത്ത, നിരാശ നിറഞ്ഞ, സങ്കടമുള്ള മറിയയുടെ ഹൃദയത്തിൻ്റെ നിലയറിഞ്ഞ് കർത്താവ് മറിയയെ വാസ്തവത്തിൽ ആശ്വസിപ്പിക്കുകയാണ്. താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിരാശയിലും സങ്കടത്തിലും വേദനയിലും ഇരുന്ന മറിയയ്ക്ക് ആശ്വാസവും ധൈര്യവും സന്തോഷവും പ്രചോദനവും ഒക്കെ ലഭിക്കുന്നു ആ പ്രവൃത്തിയിലൂടെ, ആ സംഭാഷണത്തിലൂടെ. പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് മറിയത്തിന് വിധം കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അതെക്കാലത്തേക്കുമുള്ള ദൈവജനത്തിനൊരു ധൈര്യമാണ്, സന്തോഷമാണ്,
ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ചില സന്ദർഭങ്ങളിലൊക്കെ നിരാശയും സങ്കടവും വേദനയും ഒക്കെ വരുമ്പോൾ മറിയയോട് ഉയർത്തെഴുന്നേറ്റവൻ പറഞ്ഞ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ഉയർത്തെഴുന്നേറ്റവൻ ജീവിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നവൻ ജീവിക്കുന്നു. നമ്മെ ആശ്ലേഷിക്കുന്നവൻ, കരുതുന്നവൻ, സഹായിക്കുന്നവൻ, നടത്തുന്നവൻ ജീവിക്കുന്നു. ആശ്വാസമായി കർത്താവ് നിൽക്കുന്നു. മറിയയെ കർത്താവ് വിളിക്കുന്നത് വാസ്തവത്തിൽ ആശ്വാസത്തിലേക്കുള്ള വിളിയാണ്. പ്രിയമുള്ളവരെ, നമ്മെയും ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രയാസവും പ്രതികൂലവും നിരാശയും എല്ലാം വരുമ്പോൾ നമ്മെ ആശ്വാസത്തിലേക്ക് വിളിച്ചുകൊണ്ട് ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നമുക്കായി ജീവിക്കുന്നു. ക്രിസ്തുവിൽ ശരണപ്പെടാം. രണ്ടാമത്തെ സന്ദർഭം യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 15 വാക്യമാണ്. നമ്മുടെ കർത്താവ് ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായി കഴിഞ്ഞ് അവർ മീൻ പിടിക്കാൻ പോകുന്നു. അതിനുശേഷം അവർക്ക് കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകുകയാണ്. ആ സമയത്ത് പത്രോസിനെ വിളിച്ച് ശുശ്രൂഷയ്ക്കായിട്ട് ക്രമപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, പത്രോസിനെക്കുറിച്ചുള്ള ദൈവവിളി ലൂക്കോസ് 5 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രത്യേക സമയത്ത് താൻ നിരാശപ്പെട്ട് തൻ്റെ ദൗത്യ നിർവഹണത്തിൽ നിന്നൊക്കെ മാറിപ്പോകുന്ന സന്ദർഭമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ കർത്താവ് പത്രോസിനെ വിളിക്കുന്നു. സ്നേഹത്തോടുകൂടെയുള്ള വിളിയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സ്നേഹത്തോടുകൂടെയുള്ള വിളി എന്തിനാണെന്നറിയാമോ? പത്രോസിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും കർത്താവ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിളിക്ക് നമ്മൾ കാതുകൊടുത്താൽ, അതിന് അനുസരണഭാവം കാണിച്ചാൽ തീർച്ചയായും നമ്മുടെ മരണം വരെ കർത്താവ് നമ്മെ ഉപയോഗിക്കും. ഇവിടെ തന്നെ പത്രോസിൻ്റെ ഒടുവിലത്തെ നിമിഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നാണ് പത്രോസിനെക്കുറിച്ച് പറയുന്നത്. കർത്താവ് ശുശ്രൂഷയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ തിരികെ വിളിക്കുകയാണ്. ആ വിളി മുതൽ മരണം വരെ പത്രോസിനെ ഉപയോഗിക്കാൻ വേണ്ടി വിളിച്ച വിളിയാണത്. പ്രിയമുള്ളവരെ, നമ്മെയും സ്വർഗത്തിലെ കർത്താവ് വിളിക്കുന്നത് ഉപയോഗപ്പെടുത്താനാണ്, പ്രയോജനപ്പെടുത്താനാണ്. നാം കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ കർത്താവ് ആഗ്രഹിച്ച് നമ്മെ എപ്പോഴും സ്നേഹത്തോടുകൂടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ നമ്മുടെ മരണം വരെ കർത്താവിൻ്റെ മഹത്വത്തിനായി നമ്മെ നിർത്തുന്ന കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിളിക്ക് വിധേയപ്പെട്ട് എപ്പോഴും നമുക്ക് തുടരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രവൃത്തികളുടെ പുസ്തകം 9 അധ്യായം 4 വാക്യം. കർത്താവിനെതിരെ ജീവിച്ച ശൗലിനെ സ്വർഗത്തിലെ കർത്താവ് വിളിച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. ആ വിളി മാറ്റം വരുത്തുവാനുള്ള വിളിയായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കാതെ പാപമോചനം നേടാതെ ജീവിക്കുന്ന വ്യക്തികളെ കർത്താവ് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു. മാനസാന്തരത്തിലേക്ക്, ജീവിതത്തിൽ മാറ്റം വരുത്തി ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിളിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും, കർത്താവിനെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാത്ത എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. കർത്താവിന് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങളെ കർത്താവിന് വേണം. വ്യക്തിപരമായി കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിളിയിലേക്ക് വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആശ്വാസത്തിലേക്കുള്ള വിളി, പ്രയോജനപ്പെടുത്തുവാനുള്ള വിളി, മാറ്റം വരുത്തുവാനുള്ള വിളി, അതാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നും കർത്താവ് അതേ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൽ ശരണപ്പെട്ട് കർത്താവിനായി ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.